ആദ്യത്തെ കാഴ്ചയിൽ നമുക്ക് സമർഖണ്ഡിൽ കണ്ട അതുപോലെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കെട്ടിടങ്ങളായിരുന്നാലും റോഡും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ ആ സമർഖണ്ഡിൽ കണ്ട അതുപോലെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. റോഡ് സൈഡിലൊക്കെ ഉള്ള വണ്ടികൾ കണ്ടോ, എല്ലാം നല്ല കട്ടി മഞ്ഞാണ്. മരങ്ങളിലും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മേളിലും നല്ല കട്ടിക്ക് മഞ്ഞുണ്ട്. റോഡുകളൊക്കെ പഴയ റോഡുകൾ പോലെയാണ് കാണിക്കുന്നത്. പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റോഡിൻ്റെ വശങ്ങളായിരുന്നാലും റോഡും ഒക്കെ നല്ല വൃത്തിയുണ്ട്. കെട്ടിടങ്ങളൊക്കെ ഈ വലിയ വലിയ കെട്ടിടങ്ങളാണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ താഷ്കണ്ടിലെത്തി നമ്മൾ. അപ്പോൾ ഇനി താഷ്കണ്ടിലെ വിശേഷങ്ങളാണ്. 1-2 പ്ലാൻ ഉണ്ട്. അതിലേതാണ് ആദ്യം നടക്കാമെന്ന് അറിയില്ല. ഏതെങ്കിലും ടാക്സി കിട്ടുകയാണെങ്കിൽ അമർസോയി സ്കീ റിസോർട്ടിൽ പോകാനൊരു പ്ലാൻ ഉണ്ട്. ഇപ്പോൾ മണി 9 ആകുന്നേ ഉള്ളൂ. നമുക്ക് 2 മണിക്കാണ് ഹോട്ടൽ ചെക്കിൻ. അല്ലെങ്കിൽ ഹോട്ടലിൽ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് എയർലി ചെക്കിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ചെക്കിൻ ചെയ്യണം. അങ്ങനെ 1-2 പ്ലാനിലാണുള്ളത്. എന്തായാലും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പോലീസ് വണ്ടിയാണെന്ന് തോന്നുന്നു, പക്ഷേ ഫുള്ള് മഞ്ഞിലാണ് നടക്കുന്നത്. നടക്കുമ്പോൾ സ്ലിപ്പാകുന്നുണ്ട് കേട്ടോ. ഇവിടെ എല്ലാം മഞ്ഞാണ്, നല്ല തണുപ്പുണ്ട്. നമുക്കെന്തായാലും ആദ്യം ഒരു ടാക്സി എടുത്തിട്ട് നേരെ നമ്മുടെ ഹോട്ടലിൽ പോവാം. ഇവിടെ അടുത്ത് തന്നെയാണ് ഹോട്ടൽ. എന്തായാലും ഒരു യാൻഡെക്സ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് ഹോട്ടലിലോട്ട് പോവാം. റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടുപുറത്ത് ഇവിടെ ബസ് സ്റ്റേഷനാണ്. ആൾക്കാർ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണത്. യാൻഡെക്സ് ഇപ്പോൾ ബുക്ക് ചെയ്തു. ടാക്സിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. എയർപോർട്ടിന് പോകുന്ന ബസ്സാണിത്. അതിൻ്റെ പുറകിലൊരു കറുത്ത ഷെവർലെറ്റ് വന്നു. അതാണ് നമ്മുടെ കാറെന്ന് തോന്നുന്നു. ബസ് പോയിട്ട് നോക്കാം. നമ്മൾ ടാക്സി കയറിയിട്ട് യാത്ര തുടങ്ങി. ഇവിടെ 10 മിനിറ്റ് ഉണ്ട് ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ട്. പുറത്ത് കണ്ട വണ്ടികളിലെല്ലാം മഞ്ഞാണ്. സമയം ഇപ്പോൾ 9 മണി. ഈ കാണുന്നതാണ് റെയിൽവേ മ്യൂസിയം. 1989 ഉസ്ബെക്കിസ്ഥാൻ റെയിൽവേ സ്ഥാപിതമായതിൻ്റെ 100-ാം വാർഷികത്തിലാണ് ഈ ഒരു മ്യൂസിയം സോവിയറ്റ് യൂണിയൻ നിർമ്മിച്ചത്. നമുക്ക് സമയം കിട്ടുകയാണെങ്കിൽ മ്യൂസിയം കാണണമെന്നുണ്ട്. എന്തായാലും നോക്കാം. ആദ്യത്തെ കാഴ്ചയിൽ നമുക്ക് സമർഖണ്ഡിൽ കണ്ട അതുപോലെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. കെട്ടിടങ്ങളായിരുന്നാലും റോഡും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മൾ ആ സമർഖണ്ഡിൽ കണ്ട അതുപോലെയുള്ള കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. രാവിലെ ആയതുകൊണ്ടായിരിക്കും നല്ല ട്രാഫിക് ഉണ്ട്. ഇന്ന് ശനിയാഴ്ചയാണ്, അവധി ദിവസമാണ്. എന്നിട്ടും നല്ല ട്രാഫിക് ഉണ്ട്. യു നോ ഇംഗ്ലീഷ്? നോ നോ. റഷ്യൻ? റസ്കി. റഷ്യ. ഉസ്ബെക്. റുസ്കി. Русский знаю, хорошо. Okay. Ruski, don't know. Uzbeki, don't know. Hindustan. From Hindustan. Hindustan. റോഡിൻ്റെ നടുക്ക് ട്രാഫിക് പോലീസ് ഉണ്ട്. ആൾക്കാർ റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട്. ഇതുകൊണ്ട് ഈ ഭാഗത്തെല്ലാം മഞ്ഞാണ്. ആ സൈൻ ബോർഡിൽ കണ്ടോ മുഴുവൻ മഞ്ഞ് വീണിരിക്കുന്നത്. നമ്മൾ മെയിൻ റോഡിൻ്റെ ഉള്ളിലോട്ട് കയറി. ഒരു ചെറിയ വഴിയാണ്. മഞ്ഞ് ഇപ്പോഴും വീണുകൊണ്ടിരിക്കുകയാണ്. റോഡ് സൈഡിലൊക്കെ ഉള്ള വണ്ടികൾ കണ്ടോ, എല്ലാം നല്ല കട്ടി മഞ്ഞാണ്. മരങ്ങളിലും അതുപോലെ തന്നെ ബിൽഡിങ്ങിൻ്റെ ഒക്കെ മേളിലും നല്ല കട്ടിക്ക് മഞ്ഞുണ്ട്.
ദിസ് വൺ. നമ്മൾ വന്നിട്ട് ഏർലി ചെക്ക് ഇൻ ചെയ്യാൻ പറഞ്ഞു, അവർ അലോ ചെയ്തു. ഇതാണ് നമ്മുടെ റൂം. ചെറിയ റൂമാണ്, ചെറിയ 2 ബെഡുണ്ട്, 2 ഡബിൾ ബെഡ്, അതുപോലെ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു ചെറിയ ടോയ്ലറ്റ്. ബാക്കി സ്റ്റാഫും നല്ല സപ്പോർട്ടീവായിട്ടുള്ള സ്റ്റാഫാണ്. നമുക്ക് 10 മണി വരെയാണ് ബ്രേക്ക്ഫാസ്റ്റ് അവൈലബിൾ ഉള്ളത്. നമുക്ക് ശരിക്കും നമ്മൾ ഏർലി ചെക്കിനാണ്, അപ്പോൾ ചില ഹോട്ടലുകാർ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്ന് പറയും, പക്ഷെ അവർ പോയി കഴിച്ചോളാൻ പറഞ്ഞു. 10 മിനിറ്റും കൂടെയാണ് ബാക്കിയുള്ളത്. നമുക്ക് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ, എന്നിട്ട് അടുത്ത് അമൃത്സറിലോട്ട് പോകാനുള്ള പ്ലാൻ നോക്കാം. ഞാനവിടെ റിസപ്ഷനിൽ ചോദിക്കുമ്പോൾ $100 എന്നാണ് പറഞ്ഞത്. നമുക്ക് പുറത്ത് പോയിട്ട് നോക്കാം എത്രയും കിട്ടും നോക്കാം. ഇവിടെ എല്ലാം മഞ്ഞാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് അടുത്ത് അമർസോയി പോകാനുള്ള പ്ലാൻ അത് ചെയ്യാം. ഇത് സ്വിമ്മിംഗ് പൂളാണ്. ഈ കാണുന്നതും ആ കാണുന്നതും സ്വിമ്മിംഗ് പൂൾ ആയതുകൊണ്ട് ഒരു ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ് മഞ്ഞ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പുറത്തിറങ്ങി. സമയം ഇപ്പോൾ 11 മണിയായി. ഇനി നമുക്ക് കറൻസി ഒന്ന് ചേഞ്ച് ചെയ്യണം. അതിനുശേഷം അടുത്ത പ്ലാന് എന്താണെന്ന് നോക്കണം. റോഡിൻ്റെ വശങ്ങളിലെല്ലാം കണ്ട മഞ്ഞ് വീണ് കിടക്കുന്നുണ്ട്. അവിടെ ഒരു ഫുട്ബോൾ സ്റ്റേഡിയമാണ്, പക്ഷെ അത് മുഴുവൻ മഞ്ഞ് വീണിട്ട് നിറഞ്ഞ് കിടക്കുക. ഈ റോഡിൻ്റെ എതിർവശത്ത് കാണുന്നൊരു ബാങ്കാണ്. നമുക്ക് അവിടെ പോയിട്ട് ഡോളർ മാറ്റിയിട്ട് കുറച്ച് ഉസ്ബെക്കിസ്ഥാൻ സോമാക്കണം. അവിടെ ഒരു പെഡസ്ട്രിയൻ ക്രോസിംഗ് കാണുമ്പോൾ നമുക്കത് റോഡ് ക്രോസ് ചെയ്യാം. ഇത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സാണ്. ഈ കാറിൻ്റെ മുകളിൽ കണ്ട് ഇപ്പോഴും മഞ്ഞ് വീഴാതെ ഷോട്ടാ റുസ്താവലി സ്ട്രീറ്റ് എന്നാണ് ഈ ഒരു റോഡിൻ്റെ പേര്. ടിബ്ലിസിയിൽ പോയപ്പോഴും നമുക്ക് ടിബ്ലിസി സിറ്റിയിലൊരു ഷോട്ടാ റുസ്താവലി എന്ന് പറയുന്ന പേരിലുള്ള ഒരു റോഡുണ്ടായിരുന്നു. 12-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രശസ്തനായിട്ടുള്ള ജോർജിയൻ കവിയായിരുന്നു ഷോട്ടാ റുസ്താവലി. നമ്മൾ റോഡ് ക്രോസ് ചെയ്തിട്ട് ഇങ്ങേ വശത്തെത്തി. ടെൻഗെ ബാങ്ക്. നമുക്ക് ഇവിടെ നിന്നാണ് കറൻസി മാറേണ്ടത്. ഇവിടെ മുഴുവൻ ബാങ്കിൻ്റെ ഫ്രണ്ടിൽ മുഴുവൻ വണ്ടികൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. കഷ്ടിച്ച് ഒരാളിന് നടന്നു പോകാനുള്ള സ്പേസേ ഉള്ളൂ. നമ്മൾ കറൻസിയൊക്കെ മാറിയിട്ട് നേരെ പുറത്തിറങ്ങി. ഇനി അടുത്ത് നമുക്ക് ഏതെങ്കിലും ഒരു ഷോപ്പിൽ പോയിട്ടൊരു വാട്ടർ പ്രൂഫ് ഷൂസ് വാങ്ങണം. നമ്മളവിടെ ബാങ്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ ഉള്ളൊരു ഷോപ്പിംഗ് മാളിലോട്ട് പോവാണ്. നമുക്കൊരു വാട്ടർ പ്രൂഫിൻ്റെ ഷൂസ് വാങ്ങണം. അപ്പോൾ നമ്മൾ ബാങ്കിൻ്റെ പുറത്ത് കണ്ട 2 ആൾക്കാരുണ്ടായിരുന്നു. ഇവിടുത്തെ അവരോട് ചോദിച്ചപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിൻ്റെ പേര് പറഞ്ഞു, ഹൈപ്പർ മാർക്കറ്റ്. സമർഖണ്ഡ് ദർവാസ എന്ന് പറയുന്ന ഒരു ഷോപ്പിംഗ് മാളിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഫ്രം ഹിന്ദുസ്ഥാൻ, ഇന്ത്യ. ദിസ് കോളേജ് Institute. University. Okay. Через 300 метров поверните направо. Russian or Uzbek? Uzbekский Russian. Поверните направо. റോഡുകളൊക്കെ പഴയ റോഡുകൾ പോലെയാണ് കാണിക്കുന്നത്, പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. റോഡിൻ്റെ വശങ്ങളായിരുന്നാലും റോഡും ഒക്കെ നല്ല വൃത്തിയുണ്ട്. കെട്ടിടങ്ങളൊക്കെ ഈ വലിയ കെട്ടിടങ്ങളാണ്. ഈ കാണുന്നത് ഫേമസ് ആയിട്ടുള്ള താഷ്കന്തിലെ ഒരു അമ്യൂസ്മെന്റ് പാർക്കാണ്, മാജിക് സിറ്റി അമ്യൂസ്മെന്റ് പാർക്ക്. വാട്ട് ഈസ് ദാറ്റ് ഹോട്ടൽ? ബിസിനസ് സെന്റർ. ഓക്കെ.
ഇതാണ് തോന്നുന്നത് റൈറ്റ് സൈഡ്. ഇതാണ് സമർഖണ്ഡ് ദർവാസ. ഹിന്ദി പേര് പോലെയല്ലേ ദർവാസ. അവിടെ സമർഖണ്ഡ് ദർവാസ എന്ന് പറയുന്ന ഷോപ്പിംഗ് മാളിനകത്ത് വന്നു. അതിനകത്ത് ഒരുപാട് ഷോപ്പുണ്ട്. ഇതിപ്പോൾ നമ്മൾ റെഡ് ടാഗിനകത്താണുള്ളത്. ബാക്കി പുറത്തുള്ള ഷോപ്പിലൊക്കെ നോക്കി നല്ല ബ്രാൻഡഡ് ഷൂസുകളൊക്കെയാണുള്ളത്. ഇതിനകത്ത് നമ്മുടെ കാരിഫോർ പോലെയൊക്കെയുള്ള മാർക്കറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ അമൃത്സർ സ്കീ റിസോർട്ടിന് ഒരു ക്യാബ് ബുക്ക് ചെയ്തു യാൻഡെക്സ് ഗോയിൽ. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ സമർഖണ്ഡ് ദർവാസ സൂപ്പർ മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് കയറി വണ്ടിയിലിരുന്നു. ഇവിടെ നിന്ന് 1.5 മണിക്കൂറാണ് പറയുന്നത്. റഹ്മ I know only one word, Rahman. Uzbek, Russian, понимаю чуть-чуть. Ответ. English, no. What is that? Tashkent City. Hilton. Okay. Garden Center. Okay. നമ്മളിപ്പോൾ യാൻഡെക്സ് വഴിയല്ലേ പോകുന്നത്. അപ്പോൾ എനിക്ക് നേരത്തെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ചിലപ്പോൾ തിരിച്ച് ടാക്സി കിട്ടാൻ ചാൻസ് കുറവായിരിക്കുന്നു. എന്തായാലും പോകാമെന്നുള്ളൊരു പ്ലാൻ, നമ്മുടെ തന്നെ ഒരു പ്ലാനിൽ അങ്ങനെ എടുത്ത് പോയതാണ്. അപ്പോൾ ഈ ടാക്സി കിട്ടുന്നപ്പോൾ നമ്മുടെ ഡ്രൈവർ പറഞ്ഞു അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി കിട്ടാൻ ചാൻസ് കുറവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പുള്ളിയോട് പറഞ്ഞു വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ എടുത്ത് വരാൻ പറ്റുമെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞ് എടുത്ത് വരാം, പക്ഷേ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിൻ്റെ ഇരട്ടി കൊടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ പുറത്ത് ടൂർ ഓപ്പറേറ്റേഴ്സിന് വേറെ പ്രൈവറ്റ് ടാക്സിയോടൊക്കെ ചോദിക്കുമ്പോൾ അവർ $100 ഒരു ഫിക്സ് ആയിട്ടുള്ളൊരു എമൗണ്ട് ആയിട്ടാണ് അവർ പറയുന്നത്. $100 ആ കണക്കിൽ നോക്കിയാലും എനിക്ക് ആവുന്നതെന്ന് പറഞ്ഞാൽ വൺ സൈഡ് 60 ദിറംസാണ് എനിക്ക് പോയത്. തിരിച്ചു വരുമ്പോൾ 120 ദിറംസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ 180 ദിറംസ് ആകുന്നുള്ളൂ. നമ്മൾ അവർ ചോദിച്ചാൽ ഏകദേശം $55 ഇതേ ആകുന്നുള്ളൂ നമുക്ക്. അപ്പോൾ ഇതാണ് നമുക്ക് ലാഭം. അല്ലാതെ നമ്മൾ ടാക്സിയുടെ അടുത്ത് ഡയറക്റ്റ് അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഡയറക്റ്റ് ഒരു ഫിക്സ് എമൗണ്ട് പോലെയാണ് അത് $100 എന്ന് പറയുന്നത്. അത് ചിംഗാനിൽ പോയി കഴിഞ്ഞാൽ അമൃത്സറിൽ പോയി കഴിഞ്ഞാൽ ഇവർ ഈ $100 ചോദിക്കുന്നത്. പുറകിൽ മഞ്ഞ് മലകൾ കാണുന്നുണ്ട്, അങ്ങോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു.